ഹായ് സ്റ്റുഡൻസ്, ബോട്ടണിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ട് 8 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്ക് പ്ലാസൻറ്റേഷൻ. എന്താണ് പ്ലാസൻറ്റേഷൻ? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒവ്യൂൾസ് വിത്തിൻ ദി ഓവറി ഈസ് നോൺ ആസ് പ്ലാസൻറ്റേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ ആർ മാർജിൻ, ആക്സൈൽ, പറൈറ്റൽ, ബേസൽ, സെൻട്രൽ ആൻഡ് ഫ്രീ സെൻട്രൽ. എന്താണ് പ്ലാസൻറ്റേഷൻ? എന്താണ് പ്ലാസൻറ്റ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് പ്ലാസൻറ്റ? ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്ലാസൻറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനിമൽസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ കേസിൽ നമ്മൾ എങ്ങനെയാണ് എംബ്രിയോ യൂട്രസുമായി അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പ്ലാസൻറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മദറിൽ നിന്നുള്ള മദറിൻ്റെ ബ്ലഡിൽ നിന്നും പോഷകങ്ങൾ, ന്യൂട്രിയൻസ് ഒക്കെ ഈ ഒരു ഗ്രോയിങ് എംബ്രിയോക്ക് ലഭിക്കുന്നത് ഏതിലൂടെയാണ്? പ്ലാസൻറ്റയിലൂടെയാണ്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള അതുപോലത്തെ ഒരു പ്ലാസൻറ്റ എന്തിലുമുണ്ട്? നമ്മുടെ പ്ലാന്റിൻ്റെ സീഡിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് എന്താണ്? പ്ലാന്റ് സീഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓവറി ഉണ്ട്. ഇതൊരു ഓവറിയാണ്. ഓവറിയിൽ എന്തുണ്ട്? ഓവ്യൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓവ്യൂൾ ഫ്യൂണിക്കുലസ് എന്ന ഭാഗവുമായിട്ട് പ്ലാസൻറ്റയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ കാണുന്നതാണ് എന്ത്? പ്ലാസൻറ്റ. അതായത് ഓവ്യൂൾ പ്ലാസൻറ്റയുമായി കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫ്യൂണിക്കുലസ്. ഓക്കെ, അപ്പോൾ പ്ലാസൻറ്റ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് ഒവ്യൂളിൽ നിന്നാണ് സീഡ് ഉണ്ടാവുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സീഡ് അല്ലെങ്കിൽ ഒവ്യൂള് പ്ലാസൻറ്റയുമായി കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ രീതിയിലായിരിക്കും. സോ ഒവ്യൂൾ ഓവറിയിലെ ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടിരിക്കുക. ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസൻറ്റേഷൻ. അങ്ങനെ ഈ ഒരു പ്ലാസൻറ്റേഷൻ പലതരത്തിലുള്ള പ്ലാസൻറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്കിനി മനസ്സിലാക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ആണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. എന്താണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ? പ്ലാസൻറ്റ ഫോംസ് ഇൻ വിച്ച് അലോങ് ദ സ്ട്രക്ചർ ഓഫ് ദി ഓവറി ആൻഡ് ദ ഒവ്യൂൾസ് ആർ ബോൺ ഓൺ ദിസ് റിഡ്ജ്. എക്സാമ്പിൾ പി. അതായത് ഇവിടെ ഒവ്യൂൾ ഓവറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് ആ മാർജിൻസ് ഓഫ് പ്ലാസൻറ്റയാണ്. ആ ഒരു എഡ്ജിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓവറിയിൽ ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു റിഡ്ജ് അല്ലെങ്കിൽ ഒരു എഡ്ജ് വഴിയാണ്. ആ എഡ്ജ് ആണ് എന്ത്? പ്ലാസൻറ്റ. സോ ദിസ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് നോൺ ആസ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമുക്കറിയാം പീ അല്ലേ, നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, അതിലൊക്കെ ഏത് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷനാണ്? മാർജിനൽ പ്ലാസൻറ്റേഷനാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന പല വെജിറ്റബിൾസിലും നമുക്ക് പല ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം പയറിൽ, അതുപോലെ തന്നെ ബീൻസിൽ, മറ്റ് എന്ത് ഈ ഒരു വർഗത്തിൽപ്പെട്ട ഏത് വെജിറ്റബിൾസിലും ആ ഒരു ഒവ്യൂൾസ് ഓവറിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ആ ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ ഏതാണ്? മാർജിനൽ പ്ലാസൻറ്റേഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ. എന്താണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ? ഇതിൽ ഏത് രീതിയിലാണ് ഒവ്യൂൾ ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? വെൻ ദ പ്ലാസൻറ്റ ഈസ് ആക്സിയൽ ആൻഡ് ദ ഓവറീസ് ആർ അറ്റാച്ച്ഡ് ടു ദി ഇൻ എ മൾട്ടി ലോക്കുലാർ ഓവറി. അതായത് ഇവിടെ മൾട്ടി ലോക്കുലാർ, അതായത് ലോബ്സ് ആയിട്ടാണ് ഇവിടെ ഓവറി കാണുന്നത് അല്ലേ. ആ ഒരു 3 കമ്പാർട്ട്മെൻറ്റ് അല്ലേ. ലോക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറകളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഓവറി ഓവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പ്ലാസൻറ്റ ഏത് രീതിയിലാണ്? ആ ഒരു ലോക്കുലാർ ആ ഒരു രീതിയിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ ആണ് എന്ത്? ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ഇതിന് എക്സാമ്പിളാണ് ചൈന റോസ്. നമുക്കറിയാം ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്താൽ എങ്ങനെയാണ്? ഈ രീതിയിലൊക്കെയാണ് അല്ലേ. അവയുടെ ആ ഒരു സീഡ് കാണുന്നത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ ലെമൺ കട്ട് ചെയ്താലൊക്കെ എങ്ങനെയാണ്? ധാരാളം ലോക്കുലാർ കാണപ്പെടുന്നുണ്ട് അല്ലേ. ധാരാളം അറകൾ കാണപ്പെടുന്നുണ്ട്. ഈ അറകൾക്ക് ചുറ്റുമായിട്ട് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? പ്ലാസൻറ്റ. സോ ഈ ഒരു പ്ലാസൻറ്റ
ഓവറിയുമായിട്ട് ഓവ്യൂളിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു പ്ലാസൻ്റ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസൻറ്റേഷനെയാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. The next type of placentation is the parietal placentation. In parietal placentation, ovary is one-chambered and the ovule develop on the inner wall of the ovary. അതായത് ഇവിടെ ഓവറി ഒരു ചാമ്പർ ആയിട്ടാണെങ്കിൽ ഒരു അറയായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഓവ്യൂള് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്നർ വാൾ ഓഫ് ദി ഓവറിയിലാണ്. അതായത് ഓവറിയുടെ ഇന്നർ വാൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ആരോ മാർക്ക് ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു വാളിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് നോൺ ആസ് parietal placentation. The example for parietal placentation is mustard and argemony. ഓക്കെ, അതായത് നമുക്ക് ഈ മസ്റ്റാർഡ്, ആർജിമോണി അതിൻ്റെ ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതെന്താണെന്നുള്ളത് മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്യുന്ന പപ്പായ, അതുപോലെ തന്നെ കുക്കുംബർ, ഇതിനൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് parietal പ്ലാസൻറ്റേഷനിൽ എക്സാമ്പിൾ പഠിക്കാനുള്ളത് മസ്റ്റാർഡ്, ആർജിമോണിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 എക്സാമ്പിൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. പ്ലസ് ഇതിൻ്റെ കൂടെ ഏതാണ്, അതായത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ പപ്പായ, അതുപോലെ തന്നെ കുക്കുംബർ, അതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് ദി ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫ്രീ ആയിട്ടല്ലേ ആ ഒരു പ്ലാസൻറ്റേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ടാണ്. when the ovules are born on the central axis and septa are absent. അപ്പോൾ ഓവറിയിൽ ഓവ്യൂൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻട്രലാണ്. ഇവിടെ സെപ്റ്റ ആബ്സെൻ്റ് ആണ്, അതായത് അറകളായിട്ടുള്ളത് ആബ്സെൻ്റ് ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് നോൺ ആസ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. The example for free placentation is Dianthus primrose. Okay. The next one is basal placentation. അപ്പോൾ ബേസൽ പ്ലാസൻറ്റേഷൻ എന്താണ്? ദ പ്ലാസൻറ്റ ഡെവലപ്സ് അറ്റ് ദ ബേസ് ഓഫ് ഓവറി ആൻഡ് എ സിംഗിൾ ഒവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. സോ അപ്പോൾ ഇവിടെ പ്ലാസൻറ്റ, നമുക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ കൺഫ്യൂസിങ് ഒക്കെ തോന്നാം. പക്ഷേ ഇവിടെ ഈ ഒരു ടിപ്പ്, ആ ഒരു പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവറിയുടെ ബേസിൽ നിന്നാണ് പ്ലാസൻറ്റ ഫോം ചെയ്യുന്നത്. പിന്നെ ഒരു സിംഗിൾ ഒവ്യൂൾ ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് നോൺ ആസ് ബേസൽ പ്ലാസൻറ്റേഷൻ. ദ എക്സാമ്പിൾ ഫോർ ബേസൽ പ്ലാസൻറ്റേഷൻ ഈസ് സൺഫ്ലവർ ആൻഡ് മേരിഗോൾഡ്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ പഠിച്ചു. ബേസൽ പ്ലാസൻറ്റേഷൻ, മാർജിനൽ പ്ലാസൻറ്റേഷൻ, ആക്സിയൽ പ്ലാസൻറ്റേഷൻ, parietal പ്ലാസൻറ്റേഷൻ ആൻഡ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ, അതിൻ്റെ ഡയഗ്രാം ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ട് ഏത് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ ആണ് എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. സോ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇനി ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ ഫ്രൂട്ട്. എന്താണ് ഫ്രൂട്ട്? ഗൈനീഷ്യത്തെ കുറിച്ച് പഠിച്ചു അല്ലേ. ഗൈനീഷ്യത്തിന് 3 പാർട്ട് ഉണ്ട്. ഓവറി, ഓക്കെ, ഓവറി ഉണ്ട്, സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട് അല്ലേ. ഇനി ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. ഒവ്യൂളിൽ നിന്നാണ് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ സീഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഒവ്യൂളിൽ നിന്ന് സീഡ് ഉണ്ടാവുന്നു. അതായത് ഓവറിയിൽ ഒവ്യൂളിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ, അല്ലെങ്കിൽ ആ ഒരു ടേം എന്താണ്? പ്ലാസൻറ്റേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒവ്യൂളിൽ നിന്നും സീഡ് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈനീഷ്യത്തിലെ ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ടിനെ കുറിച്ച് കൂടുതലായിട്ടും അറിയാം. ഓക്കെ, ഇറ്റ് ഈസ് റൈപ്പൻഡ് ഓവറി ഡെവലപ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ദർ ഫ്രൂട്ട് കൺസിസ്റ്റ് ഓഫ് എ വാൾ കോൾഡ്
ഫ്ലവറിൻ്റെ നമുക്കറിയാം ഗൈനീഷ്യത്തിലാണ് ഓവറി കാണപ്പെടുന്നത് അല്ലേ. ഈ ഒരു ഓവറി എന്ത് ചെയ്യും, റൈപ്പൺ ചെയ്യും, മെച്ചോർഡ് ആവും. ഓക്കെ, അത് റൈപ്പൺഡ് പറഞ്ഞാൽ എന്താണ്, പഴുക്കുക അല്ലേ. മാമ്പഴം അതുപോലെ മറ്റ് ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൈപ്പൺഡ് ആവും അല്ലേ, പഴുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓവറി റൈപ്പൺഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി എന്ത് ചെയ്യും, കുറച്ചുകൂടി മെച്ചോർഡായി അത് പഴുക്കും. അതാണ് എന്ത്, ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രൂട്ട്? ഇറ്റ് ഈസ് റൈപ്പൻഡ് ഓവറി ഡെവലപ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം ഓവറിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. പിന്നെ എന്ത് ചെയ്യുന്നു, അത് പഴുത്ത് പാകമാവുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രൂട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫ്രൂട്ടിൻ്റെ വാളിനെ പറയുന്ന പേരാണ് പെരികാർപ്പ്. അതിനുള്ളിൽ എന്തുണ്ട്, ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, എപ്പോഴും സീഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, then it is ripened ovary developed after fertilization. Their fruit consists of a wall called pericarp and seeds. ഓക്കെ, അപ്പോൾ ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചു അല്ലേ. നമ്മൾ എല്ലാ പഴങ്ങളും എല്ലാ ഫലങ്ങളും എന്താണ്, ഫ്രൂട്ടാണ്. ഇനി ഫ്രൂട്ടിൽ തന്നെ പല ടൈപ്സ് ഓഫ് ഫ്രൂട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? നമുക്കറിയാം ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഫ്രൂട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് അല്ലേ. അതായത് എന്താണ്, സീഡുള്ള ഫ്രൂട്ട് ഉണ്ടായിരിക്കും, സീഡ് ഇല്ലാത്ത ഫ്രൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താണ്? ഇഫ് എ ഫ്രൂട്ട് ഈസ് ഫോമഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവറി. അതായത് ഫെർട്ടിലൈസേഷൻ, ഓവറിയുടെ ഫെർട്ടിലൈസേഷൻ അല്ലാതെ ഫ്രൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. സച്ച് ഫ്രൂട്ട് ഈസ് നോൺ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് അതിൻ്റെ ആ ടേം മനസ്സിലാക്കി വെക്കുക. അതായത് ഓവറി അല്ലെങ്കിൽ സീഡിൻ്റെ ഫെർട്ടിലൈസേഷൻ അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ദ ഫ്രൂട്ട് ഈസ് ഫോമഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവറി. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട് ഫോം ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മുടെ പൈനാപ്പിൾ, ബനാന. ഓക്കെ, നമുക്കിതിൽ സീഡ് കാണാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ധാരാളം സീഡ്ലെസ് ആപ്പിളൊക്കെ വരാറുണ്ട്. അത് എങ്ങനെയാണ്? ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഓക്കെ, നെക്സ്റ്റ് മീനിങ് ഓഫ് ഡ്രൂപ്പ് എന്താണ് ഡ്രൂപ്പ്? ദ ഫ്രൂട്ട് ദാറ്റ് ഡെവലപ്സ് ഫ്രം മോണോകാർപ്പിൽ superior ovaries and are once seeded. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് മോണോകാർപ്പിലറി എന്ന ടേം. ഇവിടെ മോണോകാർപ്പിലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗൈനീഷ്യം ദാറ്റ് ആർ മെയ്ഡപ്പ് ഓഫ് ലോട്ട് ഓഫ് കാർപ്പൽസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ കാർപ്പൽസിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടേം സുപ്പീരിയർ ഓവറി എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്പീരിയർ ഓവറി നമ്മൾ പഠിച്ചു. ഓരോ ടൈപ്സ് ഓഫ് ഫ്ലവർ, അതിൻ്റെ ഫ്ലോറൽ പാർട്സ് അറേഞ്ച് ചെയ്തിട്ട് നിൽക്കുന്നതനുസരിച്ച് ഫ്ലവേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ സുപ്പീരിയർ ഓവറി ആയിട്ടുള്ള ആ ഒരു ഫ്ലവർ ഏതാണ്? ഹൈപ്പോഗൈനസ് ഫ്ലവർ. അപ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ മോണോകാർപ്പിലറി ആയിട്ടുള്ള ഫ്ലവർ, അതിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള ഫ്രൂട്ടിനെയാണ് ഡ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡ്രൂപ്പിനൊക്കെ ഒരൊറ്റ സീഡ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ഒരൊറ്റ സീഡ് മാത്രമേ ഇത്തരത്തിലുള്ള ഫ്രൂട്ടിന് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ് മാംഗോ, കോക്കനട്ട് അല്ലേ. നമുക്കറിയാം മാംഗോ, കോക്കനട്ട് അവർക്ക് ഒറ്റ സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒറ്റ സീഡ് പിന്നെ മോണോകാർപ്പിലറി ആൻഡ് സുപ്പീരിയർ ഓവറിയിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഫ്രൂട്ടിനെയാണ് ഡ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പെരികാർപ്പിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ കുറിച്ചിട്ടാണ്. കുറച്ച് മുന്നേ എന്താണ് പെരികാർപ്പ് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രൂട്ട് വാളിനെയാണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരികാർപ്പ് എന്താണ്? ഇൻ മാംഗോ ദ പെരികാർപ്പ് ഈസ് വെൽ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ആൻ ഔട്ടർ തിൻ എപ്പികാർപ്പ്, എ മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ്
ആൻഡ് ആൻ ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോകാർപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാംഗോ എടുക്കുകയാണെങ്കിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മളൊരു മാംഗോ എടുക്കുക. അതായത് അതിൻ്റെ നടുകെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും? അപ്പോൾ പെരികാർപ്പിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പല ടൈപ്സിലുള്ള വോൾസ് അല്ലെങ്കിൽ ലെയേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് ഔട്ടർ ലെയറിൽ കാണുന്നതാണ് ഏത്? എപ്പികാർപ്പ്. നമ്മുടെ മാങ്ങാത്തോലിയൊക്കെ എങ്ങനെയാണ്? എപ്പികാർപ്പാണ്. അതുപോലെ തന്നെ മിഡിൽ പോർഷൻ ഫ്ലഷി എഡിബിൾ, അതായത് ഫ്ലഷി ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള, അതായത് എഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തെ പറയുന്ന ആ ലെയറിനെ പറയുന്നതാണ് എന്ത്? മീസോകാർപ്പ്. ഓക്കെ, ദെൻ ആൻഡ് ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോകാർപ്പ്. മാങ്ങ അണ്ടിയൊക്കെ ആ ഭാഗമൊക്കെ എന്താണ്? സ്റ്റോണി ആയിട്ടുള്ള ആ ഭാഗത്തെ പറയുന്ന പേരാണ് എൻഡോകാർപ്പ്. ഓക്കെ, ദെൻ എൻഡോകാർപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സീഡ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി കോക്കനട്ടിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണ്? ഫ്രൂട്ട് ഡ്രൂപ്പാണ്, നമുക്കറിയാം അല്ലേ? മാംഗോ, കോക്കനട്ടൊക്കെ എങ്ങനെയാണ്? ഡ്രൂപ്പാണ്. അതിൽ മീസോകാർപ്പ് ഭാഗം ചകിരിയാണ്, നമുക്കറിയാം. ഫൈബ്രസ് ആയിട്ടുള്ള ഭാഗമാണ് മീസോകാർപ്പ്. അപ്പോൾ ഫൈബ്രസ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? നമുക്കറിയാം, ചകിരി അല്ലേ? ആ ഒരു ഭാഗമാണ് മീസോകാർപ്പ്. പിന്നെ അതുപോലെ തന്നെ എൻഡോകാർപ്പ് എന്താണ്? എൻഡോകാർപ്പ് ചിരട്ട അതാണ് എൻഡോകാർപ്പ്. അതുപോലെ സീഡ്, നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള എന്തുണ്ടല്ലോ, നമ്മുടെ തേങ്ങ, നമ്മൾ ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്ന ഭാഗം, അതാണ് സീഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പെരികാർപ്പിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഇനി നമുക്ക് സീഡിനെ കുറിച്ച് പഠിക്കാം. സീഡ് എന്താണ്? എവിടെ നിന്നാണ് സീഡ് ഫോം ചെയ്യുന്നത്? ഒവ്യൂളിൽ നിന്നാണ് സീഡ് ഫോം ചെയ്യുന്നത് അല്ലേ? പഠിച്ചിട്ടുണ്ട് നമ്മൾ. സീഡ് ഫോം ചെയ്യുന്നത് ഒവ്യൂളിൽ നിന്നാണ്. ഇനി സീഡിൻ്റെ ആ ഒരു സ്ട്രക്ചേഴ്സും കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ഓക്കെ, the seeds consist of a seed coat and an embryo. The embryo is made up of radicle and embryonal axis cotyledons as in wheat, maize, or two cotyledons as in gram and pea. ഓക്കെ, അപ്പോൾ സീഡിൽ എന്തൊക്കെയുണ്ട്? റാഡിക്കിൾ ഉണ്ട്, പ്ലിമൂൾ ഉണ്ട്, ദെൻ കോട്ടിലിഡൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മുന്നേ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷൂട്ട് സിസ്റ്റവും റൂട്ട് സിസ്റ്റവും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ്? റാഡിക്കിളിൽ നിന്നാണ് നമ്മുടെ റൂട്ട് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലിമ്യൂളിൽ നിന്നാണ് നമ്മുടെ ഷൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഇനി കോട്ടിലിഡൻസ് ഉണ്ട് അല്ലെ? 2 കോട്ടിലിഡൻസ് ഉള്ളതുണ്ട്, 1 കോട്ടിലിഡൻസ് ഉള്ളതുണ്ട്. അപ്പോൾ 2 കോട്ടിലിഡൻസ് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഡൈകോട്ടിലിഡൻസ് സീഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് എ ഡൈകോട്ടിലിഡണസ് സീഡ്. ഒരു ഡൈകോട്ടിലിഡണസിൻ്റെ സീഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ദ സീഡ് കോട്ട് ഹാസ് 2 layers, ദ ഔട്ടർ ടെസ്റ്റ ആൻഡ് ദ ഇന്നർ ടെഗ്മൻ. The helium is a scar on the seed coat. Above the helium is a small pore called micropyle. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചറിൽ ഫസ്റ്റ് പിക്ചർ നോക്കുക. നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന കടലയുടെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചെറുതായിട്ടൊരു പോർ ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ. Then it consists of an embryonal axis and 2 cotyledons. ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും, പിന്നെ 2 കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. The cotyledons are fleshy and contain reserve food materials. At the 2 ends of the embryonal axis are present the radicle and the plumule. So ഈ ഒരു കോട്ടിലിഡൻസിൽ ഫ്ലഷി ആയിട്ടുള്ള ഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത്? റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണപ്പെടുന്നുണ്ട്. അതായത് ആ ഗ്രോത്ത് ചെയ്ത് വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോട്ടിലിഡൻസിൽ കാണപ്പെടുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ആക്സിസിൽ, എംബ്രിയോണൽ ആക്സിസിൽ കാണപ്പെടുന്ന 2 ടൈപ്സിലുള്ള ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്ലിമ്യൂൾ, മുകൾ ഭാഗത്ത് കാണപ്പെടുന്നത് പ്ലിമ്യൂൾ, അറ്റ് ദ ലാസ്റ്റ് എൻഡ് റാഡിക്കിൾ. ഓക്കെ, അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു പ്ലിമ്യൂളിൽ നിന്നാണ് ഷൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നത്, റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാ
അപ്പോൾ ഇതാണ് ഒരു ഡൈക്കോട്ടിലിഡണസ് സീഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും വായിക്കുക. വാട്ട് ഈസ് നോൺ എൻഡോസ്പെർമിക് സീഡ്? എന്താണ് ഒരു നോൺ എൻഡോസ്പെർമിക് സീഡ് എന്ന് പറയുന്നത്? ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ബീൻ, ഗ്രാം ആൻഡ് പീ, the endosperm is not present in mature seeds and such seeds called non-endospermous. ഓക്കെ, അപ്പോൾ ചില പ്ലാന്റ്സ് ആയിട്ടുള്ള ബീൻസ്, ഗ്രാം, പീ, അതായത് പയർവർഗ്ഗം, ധാന്യം, ബീന്, ഗ്രാം, പീ, ഇത്തരത്തിലുള്ള പ്ലാന്റ്സിലൊന്നും അതിൻ്റെ ആ ഒരു സീഡിൽ എന്തില്ല, എൻഡോസ്പേം പ്രസൻ്റ് അല്ല. ഓക്കെ, മെച്ചർ സീഡ്സിൽ എൻഡോസ്പേം പ്രസൻ്റ് ആയിരിക്കില്ല. അത്തരം സീഡ്സിനെ പറയുന്ന പേരാണ് നോൺ എൻഡോസ്പെർമിക് സീഡ്. സോ നമ്മൾ ഡൈക്കോട്ടിലിഡണസ് സീഡ്സിനെ കുറിച്ച് പഠിച്ചു. ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് മോണോകോട്ടിലിഡണസ് സീഡ്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്കറിയാം. എൻഡോസ്പേം ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ മോണോകോട്ടിലിഡണസ് സീഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻഡോസ്പേമിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് എൻഡോസ്പേം ആൻഡ് എംബ്രിയോ അല്ലേ? അപ്പോൾ ആ എംബ്രിയോ വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? എൻഡോസ്പേമാണ്. ഓക്കെ, അപ്പോൾ ഈ മോണോകോട്ടിലിഡണസ് സീഡിൻ്റെ ആ സ്ട്രക്ചർ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഭാഗം കാണപ്പെടുന്നത് എൻഡോസ്പേം. അപ്പോൾ എൻഡോസ്പേമിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്താ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? എൻഡോസ്പേം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ചില സീഡ്സ് മെച്ചേർഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു എൻഡോസ്പേം നശിച്ചു പോവും. ചിലതിൽ എന്തായിരിക്കും? അത് നിലനിൽക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൈസ് അല്ലേ, ഗോതമ്പ്, റൈസ്, വീറ്റ്, റൈസ്, ഇത്തരത്തിലൊക്കെ എൻഡോസ്പേം നിലനിൽക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മോണോകോട്ടിലിഡണസ് സീഡിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചിരിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.